ഓക്കെ. എനിക്ക് എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്നൊരു ശീലമുണ്ട്. അപ്പം ഞാനത് യൂട്യൂബിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഡെയിലി ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല, അല്ല ജസ്റ്റ് ഒരു ഹോബി എന്ന നിലയ്ക്ക് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇന്ന് വായിക്കാൻ പോകുന്നത് നമ്മുടെ ജൂൺ 8, 2024 ശനിയാഴ്ചത്തെ മാതൃഭൂമി പേപ്പറാണ്. അപ്പോൾ ഫ്രണ്ട് പേജിൽ എന്നുള്ളത് എന്താണ്? നമ്മുടെ മോദി 2.0 സമവായം. സർക്കാർ ഉണ്ടാക്കാൻ ഭൂരിപക്ഷവും സഖ്യമുണ്ടാക്കാൻ സമവായവുമാണ് അനിവാര്യം. സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഞങ്ങളുടെ രീതി. രാഷ്ട്രീയത്തിനുപരി രാജ്യ താല്പര്യത്തിനാണ് സഖ്യം മുൻഗണന നൽകുന്നത്. സമവായം. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ. സർക്കാരുണ്ടാക്കാൻ രാഷ്ട്രപതി മോദിയെ ക്ഷണിച്ചു. 10 വർഷത്തെ ഏകകക്ഷി ഭരണത്തിനു പകരം സഖ്യം, സമവായം, സംവാദം എന്നീ സമീപനങ്ങൾ ആദ്യമായി ഉയർത്തി കേന്ദ്രത്തിൽ NDAയുടെ കൂട്ടുകക്ഷി ഭരണം അധികാരത്തിലേക്ക്. നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രി. പിണറായി 2.0 ഗീവർഗീസ് മാർക്കുറിലോസിന്റെ മറുപടി. പുരോഹിതരിലും വിവരദോഷികളുണ്ട്. എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷയ്ക്കെത്തണമെന്നില്ലെന്ന യാക്കോബായ സഭ ഇരാണ് മുൻ ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മർക്കുറിയോലിസിന്റെ പ്രസ്താവനയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രധാന കക്ഷികൾ CPM-ന് സീറ്റ് നൽകുന്നു. കേരളത്തിൽ ഘടകകക്ഷികൾ CPM-ന് നൽകുന്നില്ല. RJD. തമിഴ്നാടിനും പുറമെ രാജസ്ഥാനിലും ബീഹാറിലും മുഖ്യ ഘടകകക്ഷിയായ പാർട്ടി CPM-നും മറ്റു കക്ഷികൾക്കും സീറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ സീറ്റിലും മത്സരിക്കുകയാണെന്ന് RJD. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പളത്തിന് പ്രത്യേക സർക്കുലർ. സ്ഥലം മാറ്റത്തിൽ അനിശ്ചിതത്വം നേരിടുന്ന 8000 ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പളം മുടങ്ങാതിരിക്കാൻ പ്രത്യേക ഉത്തരവ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് പേജിലത്തെ വാർത്തകൾ. ഫ്രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഏറ്റവും പുറകിലത്തെ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. UN ജീവനക്കാരെ തടവിലാക്കി ഹൂതികൾ. തട്ടിക്കൊണ്ടുപോയത് 18 പേരെ, എല്ലാവരും യമൻകാർ. ഹൂതികൾ 1962 വരെ 1000 വർഷം വടക്കൻ യമൻ ഭരിച്ച മുസ്ലിം ന്യൂനപക്ഷമായ ഷിയ സൈദി വിഭാഗത്തിലെ അംഗങ്ങളാണ് ഹൂതികൾ. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന 10 പേരുൾപ്പെടെ 18 യമൻ സന്നദ്ധ പ്രവർത്തകരെ ഹൂതികൾ തടവിലാക്കി. അടുത്ത ഒരു വാർത്ത വരുന്നത് ബഹിരാകാശ നിലയത്തിൽ നൃത്തമാടി സുനിത. സ്റ്റാർ ലൈനർ ലക്ഷ്യത്തിലെത്തി. യാത്രയിലെ പ്രതിസന്ധികളെ മറികടന്ന് സുനിത വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ വ്യാഴാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി. പിന്നെ ഒരു വാർത്തയുള്ളത് ഗാസ യുദ്ധത്തെ കുറിച്ചാണ്. ഗാസ യുദ്ധം 9ാം മാസത്തിലേക്ക്. ജൂലൈ 24 US കോൺഗ്രസിൽ നെത്യാഹുവിന്റെ പ്രസംഗം. UN നടത്തുന്ന സ്കൂളുകളിൽ തുടർച്ചയായി 2ാം ദിവസം ഇസ്രായേലിന്റെ വ്യോമാക്രമണം. കുസാറ്റിലെ സൂപ്പർ കം ക്ലീനർ നിയമനം. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തണം. ഹൈക്കോടതി. കുസാറ്റിൽ സൂപ്പർ കം ക്ലീനർ തസ്തികയിലേക്ക് നിയമനത്തിൽ അഴിമതി നടന്നെന്ന പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. വേറെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കേരളത്തിലെ മതിലുകൾ കൊണ്ട് 2 സംസ്ഥാനങ്ങളിൽ ഭവനരഹിതരെ ഇല്ലാതാക്കാം. വലിയ മഴ കാലാവസ്ഥ ദുരിതത്തിലേക്ക് നയിക്കും. കേരളത്തിൽ ഇപ്പോഴുള്ള മതിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ 2 അയൽ സംസ്ഥാനങ്ങളിലെ പാർപ്പിടമില്ലാത്ത മുഴുവൻ പേർക്കും വീട് വെച്ച് നൽകാനാകും. പിന്നെ മുരളീമനം എന്ത് കുഴങ്ങി കോൺഗ്രസ്. നടക്കാവിലെ വീട്ടിൽ 3 ദിവസമായി അടച്ചിരിക്കുന്ന മുരളീധരന്റെ മനസ്സിലെന്താവും? അതിന്റെ വാർത്ത കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യക്കടത്ത്. ഇലകളിലേറെയും സ്ത്രീകളും കുട്ടികളും. മികച്ച ജോലിയും ശമ്പളവും എന്ന വാഗ്ദാനത്തിൽ വീണ് വഞ്ചിക്കപ്പെടുന്നവരിലധികവും സ്ത്രീകളും കുട്ടികളുമെന്ന് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബ്യൂറോയുടെ കണക്ക്. ലോക്കോ പൈലറ്റ് സമരം നിയമവിരുദ്ധമെന്ന് റെയിൽവേ. അംഗീകാരമില്ലാത്ത സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനിലെ ചുരുക്കം ചിലർ നടത്തുന്ന നിയമവിരുദ്ധമായ സമരമാണെന്ന് റെയിൽവേ.
പിന്നെ സ്പോർട്സ്. ഈ പിച്ച് നോവിക്കും. ഇന്ത്യ അയർലൻഡ് മത്സരത്തിൽ വന്നത് 94 ഡോട്ട് ബോളുകൾ. ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക മത്സരത്തിലെ 122 ഡോട്ട് ബോളുകൾ. 2020 ലോകകപ്പിൽ പിച്ച് ബാറ്റർമാരെ ശരിക്കും നോവിക്കുകയാണ്. പാക് ടീമിന് ഇന്ത്യൻ ഷോക്ക്. സമനില തെറ്റി ഇന്ത്യ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ പുറത്താകലിന്റെ വക്കിലാണ്. അടുത്ത മത്സരത്തിൽ ഖത്തറിനെതിരെ അത്ഭുതം കാണിച്ചില്ലെങ്കിൽ ടീമും പരിശീലകൻ ഇഗോർ സ്റ്റിമച്ചും പുറത്താകും. ഇതാണ് നമ്മുടെ സ്പോർട്സിലുള്ളത്. നാട്ടുവർത്തമാനം. പീച്ചി ഡാം റോഡിനു പുറകെ 5 മരങ്ങൾ ഒന്നിച്ചു വീണു. വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വെറ്റിലപ്പാറയിൽ KFRI വോട്ടേഴ്സിന് പരിസരത്ത് നിന്നിരുന്ന കൂറ്റൻ മരം ഉൾപ്പെടെ 5 മരങ്ങൾ കടപുഴകി വീണു. പീച്ചി ഡാം റോഡിലേക്കാണ് വീണത്. വേറെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പൊ നമ്മുടെ മണലിപ്പുഴയുടെ വാർത്തയാണ്. മണലിപ്പുഴ മലിനമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പേപ്പറിൽ കാണാൻ നോക്കി കഴിഞ്ഞാൽ ശ്രമങ്ങൾ പല വഴി, പക്ഷേ മണലിപ്പുഴയ്ക്ക് രക്ഷയില്ല. 3 വർഷമായി നെന്മണിക്കര പഞ്ചായത്ത് മണലിപ്പുഴയെ രക്ഷിക്കാനുള്ള പരക്കം പാച്ചിലാണ്. പക്ഷേ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ മാലിന്യ മുഴുക്കലിന് തടയിടാനാകില്ല. തൃക്കൂർ, പുത്തൂർ പഞ്ചായത്തുകളുടെയും തൃശൂർ കോർപ്പറേഷന്റെയും പരിധിയിലുമാണ് മാലിന്യം കൊണ്ടുതള്ളുന്നത്. അവിടെ നിന്ന് ഒഴുകിയെത്തി മണലിയിൽ ചേരുമ്പോൾ ഏറ്റവും ദുരിതം നേരിടുന്ന നെന്മണിക്കര പഞ്ചായത്ത് നിവാസികളും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഒരു പഞ്ചായത്തിന്റെ സങ്കടം പങ്കുവച്ചു. അപ്പോ പറ്റാവുന്നവരാരെങ്കിലൊക്കെ എന്തെങ്കിലും വല്ല പരാതികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ പോയി കണ്ട് സംസാരിച്ച് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ പറ്റുമെങ്കിൽ ചെയ്യാം. കുതിരാൻ ഇടതു തുരങ്കം അറ്റകുറ്റപ്പണി നീണ്ടു. കരാർ കമ്പനിക്ക് പിഴ ചുമത്തും. 20-നകം തുറന്നേക്കും. ഉൾവശം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി അടച്ച കുതിരാൻ തുരങ്കം ഇടതു തുരങ്കം ഈ മാസം 20-നകം തുറന്നേക്കും. മാർച്ച് 10-നുള്ളിൽ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ കരാർ കമ്പനിയോട് നിർദ്ദേശിച്ചിരുന്നത്. മന്ത്രി വാക്കുപാലിച്ചു. കൃഷ്ണപ്രിയക്ക് പശുവിനെ നൽകി. ഇത് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി സർക്കാർ. ക്ഷാമബത്ത ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ തീർക്കും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശികയും അധികം വൈകാതെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. അഭ്യർത്ഥി കേസ്. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇടതുപക്ഷത്തിന് ഇതിലും വലിയ തിരിച്ചടി. ഗീർ വർഗീസ് മാർ കുറിലോസിന്റെ സാമൂഹ്യ മാധ്യമത്തിലിട്ട കുറിപ്പിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. പരാമർശം വ്യക്തിപരം. സഭയുടേതല്ല യാക്കോബായ സഭ. കണ്ടക്ടർ തൂക്കിയെടുത്ത് യാത്രക്കാരന്റെ ജീവൻ. ഇതാ ജീവിതത്തിലേക്ക് ഒരു ടിക്കറ്റ്. വ്യാഴാഴ്ച വരെ ഗൂഗിളിൽ ദൈവത്തിന്റെ കൈയെന്ന് തിരഞ്ഞാൽ സാക്ഷാൽ ഡീഗോ മറഡോണയുടെ വിവാദ ഗോളിന്റെ വിശേഷങ്ങളായിരുന്നു വരിക. ഇപ്പോൾ ഒരു കൈയിൽ ടിക്കറ്റ് ട്രാക്കും മറുകയിൽ ചിലർ തൊട്ടുകളുമായി നിൽക്കുന്ന ബിജിത്ത് ലാൽ എന്ന സ്വകാര്യ ബസ് കണ്ടക്ടറാണ് പ്രത്യക്ഷപ്പെടുക. നിലതെറ്റി പുറത്തേക്ക് വീണ ബസ്സിലെ യാത്രക്കാരനെ അനായാസം വലതുകൈയിൽ പിടിച്ചു നിർത്തിയ ബിജിത്തിന്റെ ദൃശ്യങ്ങൾ കാണാത്തവർ ചുരുക്കം. ഡൽഹിയിൽ വരുന്നു കേരള ഭവൻ. കപൂർത്തല പ്ലോട്ടിൽ നിർമ്മാണം 300 കോടി ചെലവിൽ. എന്തിനാണ്? രാജ്യതലസ്ഥാനത്ത് കേരളം നക്ഷത്ര ഹോട്ടലുകളുടെ മാതൃകയിൽ മികച്ച സൗകര്യങ്ങളോടെ കെട്ടിടം പണിയുന്നു. ഏകദേശം 300 കോടി ചെലവിൽ പൂർണ്ണമായും പൈതൃക നിലവാരത്തിലാവും നിർമ്മാണം. ന്യൂഡൽഹിയിലെ 400 ഏക്കറിലധികം വരുന്ന കപൂർത്തല പ്ലോട്ടിലാണ് കേരള ഭവന്റെ നിർമ്മാണം. എന്തിനാണ്? അടുത്ത പേജില് ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് സ്മാർട്ട് സംവിധാനം. സൗജന്യ ഇന്റർനെറ്റ് സേവനവും. ഉദ്യോഗസ്ഥർക്ക് സഹാനുഭൂതി വേണമെന്ന് ഹൈക്കോടതി. വന്യജീവി ശാസ്ത്രജ്ഞൻ AJT ജോൺ സിംഗ് അന്തരിച്ചു. കർണാടക സംഗീതജ്ഞൻ പ്രൊഫസർ K വെങ്കിട്ടരാമൻ പൂർത്തി അന്തരിച്ചു. ജസ്റ്റിസ് UL ഭട്ട് അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ്
ജസ്റ്റിസും ഗുവാഹട്ടി മധ്യപ്രദേശ് ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമായിരുന്ന UL ഭട്ട് 91 ഡൽഹിയിൽ അന്തരിച്ചു. വാർത്തയും വീക്ഷണം എന്ന് പറയുന്ന പേജിൽ മാതൃഭൂമിയില് NDA വാഴ്ത്തി മോദി ഗ്യാരണ്ടി എന്നും BJP എന്നും മിണ്ടാതെ മുന്നണി യോഗത്തിൽ പ്രസംഗം. ന്യൂ ഡെവലപ്മെന്റ് ആസ്പിരേഷൻസ് പുതിയ വികസന പ്രതീക്ഷകൾ എന്നതിന്റെ ചുരുക്കപ്പേരാണ് NDA എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സഫലമാക്കുകയാണ് NDAയുടെ ലക്ഷ്യം. രാജ്യചരിത്രത്തിൽ ഇത്രയും ഫലപ്രദവും ശക്തവുമായൊരു സഖ്യം മുമ്പുണ്ടായിട്ടില്ല. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേർന്ന മുന്നണി യോഗത്തിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോദി പറഞ്ഞു. പ്രസംഗത്തിൽ ഒരിടത്തും BJPയെ കുറിച്ചോ മോദി ഗ്യാരണ്ടി എന്നോ ഒരക്ഷരം മിണ്ടിയില്ല. വോട്ടിംഗ് യന്ത്രം മരിച്ചോ ജീവിക്കുന്നു? പ്രതിപക്ഷം പറയണം. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് തനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് നിരന്തരം പരാതികൾ ഉന്നയിച്ചവർ ഫലം പുറത്തു വന്നപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ലെന്ന് മോദി പരിഹസിച്ചു. കോൺഗ്രസ് വോട്ടിംഗ് യന്ത്രത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ചിദംബരം. രാജ്യസഭാ സീറ്റിൽ സമവായത്തിന് CPM തിങ്കളാഴ്ച ധാരണയുണ്ടാകും. മുന്നണി യോഗം നിശ്ചയിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കും. കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ പ്രത്യേക പദവി ഓഫർ വെച്ചേക്കും. രാജ്യസഭാ സീറ്റിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് സമവായം ഉണ്ടാക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. MLA മാർക്ക് അതൃപ്തി. അജിത് പവാർ വിളിച്ച യോഗത്തിൽ 5 പേർ വിട്ടുനിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ NCP അജിത് പവാർ വിഭാഗം വിളിച്ച MLA മാരുടെ യോഗത്തിൽ നിന്ന് 5 പേർ വിട്ടുനിന്നു. വിലപേശലിന് തയ്യാറെടുത്ത് സേന. NCP പക്ഷങ്ങൾ. പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി ആവശ്യം. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി മോദി ഞായറാഴ്ച അധികാരത്തിലേറാനിരിക്കെ മഹാരാഷ്ട്രയിലെ NDA സഖ്യകക്ഷികളായ ശിവസേന, ഏക്നാഥ് ഷിൻഡെ പക്ഷവും NCP അജിത് പവാർ പക്ഷവും മന്ത്രിസഭയിൽ ഇടം നേടാനുള്ള ചരടുവലികൾ ആരംഭിച്ചു. ഉരുക്കുമുഷ്ടി പറ്റില്ല. സമവായപാത വേണ്ടിവരും. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളുടെ നിയന്ത്രണ ചരടിലാവും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം. മന്ത്രിമാരെ നിശബ്ദ സാക്ഷികളാക്കി എല്ലാ വകുപ്പിലും മുഖ്യമന്ത്രി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും കൂടിയാലോചനയില്ലാതെ നയപ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്ന ഗുജറാത്ത് മോഡൽ ഭരണരീതി ഇനി കേന്ദ്രത്തിൽ എളുപ്പമാകില്ല. NDAയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമെന്ന വാജ്പേയി ഭരണകാലത്തെ സമീപനം ആദ്യമായി മോദിക്ക് സ്വീകരിക്കേണ്ടി വരും. അദ്വാനിയുടെയും ജോഷിയുടെയും അനുഗ്രഹം തേടി. NDA യോഗത്തിന് ശേഷം നരേന്ദ്രമോദിയും കക്ഷി നേതാക്കളും നേരെ പോയത് മുതിർന്ന നേതാക്കളായ LK അദ്വാനിയും ഡോക്ടർ മുരളി മനോഹർ ജോഷി എന്നിവരുടെ വസതികളിലേക്ക്. അടുത്ത എഡിറ്റോറിയൽ പേജാണ്. വിട്ടുനിൽക്കലും. ഇന്നത്തെ കോട്ട് വിട്ടുനൽകലും ഒരായുധമാണ്. ചാൾസ് റീഡ്. നന്ദി സുനിൽ ഛേത്രി വിരമിച്ചു എന്ന വാക്യത്തിനു ശേഷം വരുന്ന പൂർണ്ണവിരാമം തൽക്കാലത്തേക്കെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിനുകൂടി ബാധകമാണ്. 1.5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ടീമിൽ സുനിൽ ഛേത്രി വഹിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ചുമതലകളിൽ പെട്ടെന്നൊരു പകരക്കാരനെ കണ്ടെത്താനാവില്ല എന്നതാണ് അതിന് കാരണം. ടീമിലെ ഏറ്റവും പ്രകരശേഷിയുള്ള മുന്നേറ്റ നിര താരം, ടീമിന്റെ നായകൻ, കളിക്കാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മറ്റുള്ളവരുടെ മാതൃക, യുവതാരങ്ങളുടെ മാർഗനിർദ്ദേശകൻ. അദ്ദേഹം ചുമലിലേറ്റിയിരുന്ന കർത്തവ്യങ്ങൾ ഇങ്ങനെ പലതാണ്. 2005-ൽ ഛേത്രി ടീമിലെത്തുമ്പോൾ ബൈച്ചിങ് ബൂട്ടിയ എന്ന വൻമരം ടീമിലുണ്ടായിരുന്നു. ആ തണലിലാണ് ഛേത്രി വളർന്നത്. ബൂട്ടിയെ കളമൊഴിഞ്ഞ ശേഷം ഈ ചുമതലകൾ ഛേത്രിയിലേക്ക് എത്തുകയായിരുന്നു. അധികാലമത്രയും അദ്ദേഹം ഉത്തരവാദിത്തോടെ നിർവഹിക്കുകയും ചെയ്തു. സുനിൽ ഛേത്രി വിരമിക്കുകയാണ് ഫുട്ബോളിൽ നിന്ന്. ഇന്നത്തെ എഡിറ്റോറിയലിൽ ഇന്ത്യൻ ജനത കണ്ണാടിയാകുമ്പോൾ സുധാമേനോന്റെ ഒരു ലേഖനുണ്ട്. പൊതുതെരഞ്ഞെടുപ്പ് ഫലം ഒരു കണ്ണാടിയാണ്. വിഷയങ്ങൾ അനിയന്ത്രിതമായി അഭിനമിക്കുന്ന സ്വയം രാഷ്ട്രവും
സ്വയം രാഷ്ട്രവും ദൈവവുമായി മാറാൻ തയ്യാറെടുക്കുന്ന ജനായത്ത രാഷ്ട്രീയത്തിൽ ജൈവികമായ ഉറപൊട്ടുന്ന ഭിന്നാഭിപ്രായങ്ങളുടെ ഇളം തളിരുകൾ പോലും പിഴുതെടുക്കുന്ന ഒർവേലിയൻ ഭരണാധികാരിയുടെ നേർക്ക് ഇന്ത്യൻ ജനത നീട്ടിക്കൊടുത്ത തിരിച്ചറിവിന്റെ മഹത്തായ കണ്ണാടി. ഈ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ഒരു കണ്ണാടിയാണ്. വിജയങ്ങൾ അനിയന്ത്രിതമായി അഭിരമിക്കുന്ന സ്വയം രാഷ്ട്രവും ദൈവവുമായി മാറാൻ തയ്യാറെടുക്കുന്ന ജനായത്ത രാഷ്ട്രീയത്തിൽ ജൈവികമായി ഉറപൊട്ടുന്ന ഭിന്നാഭിപ്രായങ്ങളുടെ ഇളം തളിരുകൾ പോലും പിഴുതെടുക്കുന്ന ഒർവേലിയൻ ഭരണാധികാരിയുടെ നേർക്ക് ഇന്ത്യൻ ജനത നീട്ടിക്കൊടുത്ത തിരിച്ചറിവിന്റെ മഹത്തായ കണ്ണാടി. ഭരണഘടനയുടെയും ആ ഭരണഘടനയുടെ ശക്തി സ്രോതസ്സായ ജനങ്ങളുടെയും മുന്നിൽ എത്ര അജയനായ രാഷ്ട്രീയ ബിംബവും കടുകുമണിയോളം ചെറുതാണെന്ന തെളിമയാർന്ന സത്യം പ്രതിഫലിപ്പിക്കാൻ വോട്ടർമാർ സ്വയം കണ്ണാടിയായി നിന്നുകൊടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെരി ഗുഡ്. സുധാ മേനോൻ. വേണം പുതിയ രാഷ്ട്രീയ ഭാവന. ശക്തമായ സംഘടനാ ശേഷിയോടൊപ്പം കോൺഗ്രസിന് ആവശ്യം BJP-യുടെ സാംസ്കാരിക ദേശീയതയും പോപ്പുലിസവും കൂടിച്ചേർന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായ രാഷ്ട്രഭാവന രൂപപ്പെടുത്തലാണ്. ഒരു ലേഖനമുണ്ട് സയൻസ് ടോക്സിൽ, ആകാശത്തെ ഡാട്ടുകളിയും കാര്യവും. ഡാട്ട് എന്ന് കേൾക്കുമ്പോൾ തലവേദനിക്കുന്ന ഗുളികയാണ് ഭൂരിപക്ഷം മലയാളികൾക്കും ഓർമ്മ വരിക. ചുരുക്കം ചിലർ പബ്ബുകൾ, ഗെയിമിംഗ്, ആർക്കേഡ് എന്നീ തലങ്ങളിൽ ചുമതല ഡാർട്ട് ഗെയിം ഓർക്കും. എന്നാൽ ഇത് ലേഖനത്തിൽ ഡാർട്ട് ഇതൊന്നുമല്ല. നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡിറക്ഷൻ ടെസ്റ്റ് മിഷനാണ് ഇവിടത്തെ വിഷയം. ലേഖൻ ഡോക്ടർ അശ്വിൻ ശേഖർ. ലേഖൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഉൽക്കാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള 33928. അശ്വിൻ ശേഖർ എന്ന ചിഹ്നഗ്രഹം ഒരിക്കലും ഭൂമിക്ക് ഭീഷണിയാവുന്ന ഭ്രമണപഥത്തിലെത്തില്ല. ആണ് ഇന്നത്തെ എഡിറ്റോറിയലിലെ ലേഖനങ്ങൾ. വേനലിലും മഴ ചതിച്ചു. നാടൻ നേന്ത്രക്കായ്ക്ക് വില കൂടി. കിലോയ്ക്ക് 60-65 രൂപ. വേനലിലും മഴയിലും 2297 ഹെക്ടർ വാഴകൃഷി നശിച്ചത് തിരിച്ചടിയായി. വേനലിലും മഴയിലും വാഴകൃഷിക്ക് നാശമേറിയതോടെ വിപണിയിൽ നാടൻ നേന്ത്രക്കായയുടെ വില കുതിച്ചുയരുന്നു. ഒരു മാസം മുമ്പ് കിലോയ്ക്ക് 30 രൂപ മാത്രം ഉണ്ടായിരുന്ന നേന്ത്രക്കായ്ക്ക് നിലവിൽ 60-65 രൂപ വരെ എത്തി. KSRTC ബസ്സിൽ പോസ്റ്റർ വേണ്ട. മന്ത്രി. KSRTC ബസ്സുകളിൽ ഡിപ്പോകളിലും തന്റെ പടം പോലും ഒട്ടിക്കരുതെന്ന് പോസ്റ്ററുകൾ കണ്ടാൽ കീറിക്കളയണമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ ജീവനക്കാരോട് പറഞ്ഞു. വീണ്ടും ഓഹരി കുതിപ്പ്. പുതിയ ഉയരം കുറിച്ച് സെൻസെക്സ്. വിപണി മൂല്യം 423 ലക്ഷം കോടിയിൽ. എക്സിറ്റ് പോൾ ഫലസൂചനകൾക്ക് പിന്നാലെ തിങ്കളാഴ്ച റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം വോട്ടെണ്ണൽ ദിവസം കുത്തനിടിഞ്ഞ വിപണി ആഴ്ച അവസാനം വീണ്ടും പുതിയ ഉയരം കണ്ടെത്തി. പണനയം. വായ്പ എടുത്തവർ ബാധ്യത കൂടില്ല ാണ് വാണിജ്യം വരുന്നത്. വീണ്ടും 54,000 രൂപ കടന്ന് പവൻ വില. 54,000 കടന്നു കേട്ടോ. പിന്നെ +2 വിദ്യാർത്ഥികളുടെ മരണം. KSRTC ഡ്രൈവർ 2 വർഷം കഠിന തടവും പിഴയും. സ്വകാര്യ പ്രാക്ടീസ്. 83 ഡോക്ടർമാരുടെ ക്രമക്കേട് കണ്ടെത്തി. അതൊക്കെയാണ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയം IIT-യിൽ ഗവേഷണം. IIT-യിൽ ഗവേഷണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 2024 ഓഗസ്റ്റിലെ PhD പ്രോഗ്രാം പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. +1 പ്രവേശനത്തിന് അനധികൃത പണപ്പിരിവ് പരിശോധനയ്ക്ക് സ്കൂളുകൾ കർശന നടപടി. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി. ഉള്ളിൽ കുടുങ്ങിയ ആൾ വെന്തു മരിച്ചു. നഗരമധ്യത്തിലെ കാമ്പുറം ബീച്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിയതിനെ തുടർന്ന് ഉള്ളിൽ കുടുങ്ങിയ ആൾ വെന്തു മരിച്ചു. ചേളന്നൂർ കുമാരസ്വാമി ചേലമ്പ്രം റോഡിൽ പുന്നശ്ശേരി വീട്ടിൽ P. മോഹൻദാസ് 68 മരിച്ചത്. അടവിയിലെ കൊടിമരം നീക്കിയ സംഭവം. കൈവെട്ടുമെന്ന് ഭീഷണി മുഴക്കി CPM നേതാവ്. അടവി ടൂറിസം അടച്ചു. താണിക്കോട് പഞ്ചായത്തിലെ
പഞ്ചായത്തിലെ അടവിക്കോട് ടൂറിസം കേന്ദ്രത്തിന് സമീപം CITU തൊഴിലാളികൾ സ്ഥാപിച്ച കൊടിമരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റി. തിരഞ്ഞെടുപ്പ് കാലത്ത് പോലീസായ വിദ്യാർത്ഥികൾക്ക് വേതനം കിട്ടിയില്ല. ദിവസം 1300 രൂപ നിശ്ചയിച്ചിരുന്നു. പരപ്പനങ്ങാടി തിരഞ്ഞെടുപ്പ് കാലയളവിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി നിയമിച്ച വിദ്യാർത്ഥികൾക്ക് വേതനം നൽകിയില്ലെന്ന് പരാതി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം സ്പെഷ്യൽ പോലീസായി സേവനമനുഷ്ഠിച്ച വിദ്യാർത്ഥികളെയാണ് അധികൃതർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വട്ടം കിടക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം ദേശീയപാത പണി തുടങ്ങാൻ വൈകല്ലേ. അതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ. ഇനി നാട്ടുവർത്തമാനം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത പണി തുടങ്ങാൻ വൈകല്ലേ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ കുഴികളുടെ എണ്ണം കൂടി. ഇനിയും വൈകിക്കാതെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി സുഗമമായ ഗതാഗതത്തിന് ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഓടിയെത്താൻ പറ്റുന്നില്ല. പുഴയ്ക്കൽ മുതൽ ചൂണ്ടൽ വരെ സമയത്തിന് ഓടിയെത്താൻ പറ്റുന്നില്ല. ജീവനക്കാർ തമ്മിൽ തർക്കവും ബഹളവും പതിവാണ്. വെള്ളം ഒഴുക്കിവിടാൻ വഴിയൊരുക്കണം. മഴയെത്തുമ്പോൾ പേടിയാണ്. കോഴിക്കോട് റോഡിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് വീട്ടിലേക്കാണ് എത്തുന്നത്. പല്ലിശ്ശേരി കുന്നിടിച്ച് മണ്ണെടുപ്പ് ടിപ്പറും മണ്ണുവാന്തിയും പിടികൂടി. എതിർക്കുന്നവരെ തടയാൻ വലിയ ഗേറ്റും നായ്ക്കളും. തന്ത്രത്തിലെത്തി വില്ലേജ് ഓഫീസറുടെ പരിശോധന. പല്ലിശ്ശേരി കുന്നിടിച്ച് കാലങ്ങളായി നടന്ന അനധികൃത മണ്ണെടുപ്പ് വില്ലേജ് ഓഫീസറുടെ തന്ത്രപരമായ നീക്കത്തിൽ പിടികൂടി. ഒരു ടിപ്പറും JCBയും ഒരു ലോഡ് മണ്ണും പിടിച്ചെടുത്തു. പേന വലിച്ചെറിയല്ലേ. 1024 സ്കൂളുകളിൽ പേനപ്പെട്ടിയുമായി ജില്ലാ പഞ്ചായത്ത്. ചാക്കോച്ചിറയിൽ വൻമരം റോഡിൽ വീണു. നമ്മുടെ നാട്ടുവർത്തമാനത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട സാഹിത്യ നാടക അക്കാദമി റീജിയണൽ ലീഡർ സൂര്യകാന്തി സംഗീത നൃത്തസഭ സംഘടിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി നടത്തുന്നുണ്ട്. വേണ്ടവർ പോയി കാണാം. പിന്നെ നാട്ടുവർത്തമാനം 2ാമത്തെ പേജ്. DCC കൂട്ടയടി. DCC പ്രസിഡന്റിനും TN പ്രതാപനുമെതിരായ പോസ്റ്ററിനെ കുറിച്ച് തർക്കം. തെരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ തൃശൂർ DCCയിൽ പ്രവർത്തകരുടെ കയ്യാങ്കളി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ എന്നിവർക്കെതിരെ DCCയുടെ മതിലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം കയ്യേറ്റത്തിലെത്തിയത്. ഒറ്റദിനം റോഡിൽ പൊലിഞ്ഞത് 3 ജീവൻ. വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്കും ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് പാഞ്ഞു കയറി യുവാവ് മരിച്ചു. ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ഉണ്ട്. നമ്മുടെ മാതൃഭൂമി ബുക്ക് സ്റ്റാള് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ഇന്ന് ബുക്ക് സ്റ്റാളിൽ റീലുകളുടെയും പ്രിയപ്പെട്ട പുസ്തകങ്ങളെയും വായനക്കാർക്ക് പരിചയപ്പെടുത്തിയ ഇൻഫ്ലുവൻസേഴ്സ് പുസ്തക വിശേഷങ്ങൾ വായനക്കാരുമായി നേരിട്ട് പങ്കുവയ്ക്കുന്നു. 17 ഇൻഫ്ലുവൻസേഴ്സ് ആണ് ശനിയാഴ്ച വൈകിട്ട് 4-ന് മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ എത്തുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.